മലപ്പുറത്ത് വെച്ച് ചേർന്ന ആർട്ട് ഓഫ് ഡ്രൈവിങ്ങിൽ പങ്കെടുത്ത ഗായത്രിയാണ് ഇപ്പം എൻ്റെ കൂടെയുള്ളത്. അപ്പോൾ നമ്മളിപ്പം ഓരോ ഡിസ്ട്രിക്റ്റ് ഇങ്ങനെ കവർ ചെയ്ത് വരികയാണ്. ആ മലപ്പുറത്തേക്ക് എത്തി. മലപ്പുറത്തുള്ള കുറേ ആളുകൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. പല ആളുകൾക്കും പല ഡേറ്റാണ് കൊടുത്തിരിക്കുന്നത്. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട് വീഡിയോസിൽ തന്നെ 90 days പ്രീ ബുക്കിംഗ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്ന സമയത്ത് പല ഏജിലുള്ള ആളുകൾ ഉണ്ട് ആ ട്രെയിനിങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. 65 വയസ്സായ ഒരു സീനിയർ സിറ്റിസണ് ഞാൻ മുന്നേ ക്ലാസ് കൊടുത്തിരുന്നു. അതിൻ്റെ ഫീഡ്ബാക്ക് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇപ്പം ഇന്ന് ക്ലാസ് കൊടുത്ത ആളെ വയസ്സ് 23 ഗായത്രിയാണ് ഇപ്പം എൻ്റെ കൂടെയുള്ളത്. അപ്പം വയസ്സ് കുറഞ്ഞവർക്കും വയസ്സ് കൂടിയവർക്കും ക്ലാസ് എടുക്കുമ്പോൾ ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. ഞാൻ പലരോടും ചോദിക്കാറുണ്ട് എത്രയാണ് ഏജ് എന്ന് ബുക്ക് ചെയ്യുന്ന സമയത്ത്. ചിലർക്കൊക്കെ ഒരു തെറ്റിദ്ധാരണയുണ്ട് എന്തിനാണ് ഇയാൾ ഏജ് ചോദിക്കുന്നതെന്ന്. അപ്പോൾ ഏജ് ചോദിക്കുന്നതിന് വലിയ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏജ് കൂടുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ റെസ്പോൺസ് ഇങ്ങനെ കുറച്ച് ലാഗായിട്ട് വരും. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, എങ്ങനെ പറഞ്ഞു കൊടുക്കണം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഏജും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ ഇനി ഗായത്രിക്ക് നമ്മുടെ ട്രെയിനിങ് കൊണ്ട് എന്തൊക്കെയാണ് ഗുണങ്ങൾ ഉണ്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ അവരുടെ ഡ്രൈവിങ്ങിൽ എന്ത് ചേഞ്ചസ് ആണ് വന്നിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കാം. ഗായത്രി IT പ്രൊഫഷണലാണ് അല്ലെ ഗായത്രി? ഓക്കെ. എവിടെയാണ് വർക്ക് ചെയ്യുന്നത് ഇപ്പം? ഞാൻ വർക്ക് ചെയ്യുന്നത് ഇൻഫോസിസിലാണ്. ചെന്നൈയിലാണ്. ഇപ്പൊ വർക്ക് ഫ്രം ഹോം ആണ്. ഓക്കെ. അപ്പം എത്ര നാളായി ലൈസൻസ് കിട്ടിയിട്ട്? ലൈസൻസ് കിട്ടിയിട്ട് ഇപ്പൊ ഓൾമോസ്റ്റ് 1 year ആയി. 1 year ആയിട്ടുണ്ട്. അതെ. അപ്പൊ ഞാൻ വണ്ടി അങ്ങനെ പുറത്തെടുത്തിട്ടില്ല. ഒറ്റയ്ക്ക് എടുത്തിട്ട് പോയിട്ടില്ല. ഒറ്റയ്ക്ക് എടുത്തിട്ട് ഇന്ന് പോയ സമയത്ത്, ഇന്നിപ്പോ ഒറ്റയ്ക്കാണല്ലോ ഡ്രൈവ് ചെയ്തത്, എങ്ങനെയുണ്ടായിരുന്നു? എന്ത് ചേഞ്ചസ് ഉണ്ടായിരുന്നു? മെയിനായിട്ട് ഒന്നാമത് വണ്ടി എടുക്കുന്ന ഒരു പേടി ഉണ്ടായിരുന്നു എനിക്ക്. കാരണം അത് ഇത്തിരി സൈസിൽ വലിയൊരു വണ്ടിയാണ്. അപ്പൊ അത് റോഡിലേക്ക് എടുക്കാനൊരു ചെറിയൊരു ഭയം ഉണ്ടായിരുന്നു. ഒറ്റയ്ക്ക് എടുത്തിട്ടുള്ള പോവാൻ. പിന്നെ സാർ പറഞ്ഞ പോലെ ഫസ്റ്റ് നമ്മുടെ വണ്ടിയെ പറ്റി പറഞ്ഞ് ഗ്രൗണ്ട് ക്ലിയറൻസിനെ പറ്റിയിട്ടും പിന്നെ എങ്ങനെയാണ് ഹില്ലിൽ നിർത്തേണ്ടത്, അത് ഇറക്കേണ്ടത്, നമ്മളൊരു ട്രാഫിക്കിന്റെ ഇടയിൽ പോണത്. മെയിനായിട്ട് നമ്മൾ വണ്ടി എടുക്കുന്ന സമയത്ത് ഒരു പേടി ഉണ്ടാവും. ആ ചുരുക്കത്തിൽ അതാണ് എനിക്ക് ഉണ്ടായിരുന്നത്. ഓക്കെ. സാധാരണ ഓട്ടോമാറ്റിക് വണ്ടി ഓടിക്കുന്ന ആളുകളെ പറ്റിയിട്ട് മറ്റുള്ളവർ പറയാറ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് അല്ലേ, അത് വളരെ ഈസി അല്ലേ എന്നൊക്കെ പറയും. പക്ഷെ ഓട്ടോമാറ്റിക് വണ്ടി ഓടിക്കാൻ ശരിക്കും അറിയണം. വെറുതെ പ്ലെയിൻ റോഡിലൂടെ ഓടിക്കാനല്ല, എല്ലാ സിറ്റുവേഷൻസിലും എല്ലാ ടൈപ്പ് റോഡിലൂടെയും എടുക്കാൻ പഠിക്കണം. അതിന് കുറച്ച് കാര്യങ്ങൾ അറിയണം. അതിപ്പോൾ പിന്നെ ഗായത്രിക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ നോർമൽ റോഡിലൂടെ ഓടിക്കുന്ന പോലെയല്ല, നല്ല കയറ്റം, നല്ല ഇറക്കം, അങ്ങനെയുള്ള റോഡിലൂടെയൊക്കെ ഓടിക്കുന്ന സമയത്ത് ഹിൽ ഹോൾഡ് ഫംഗ്ഷൻ ഇല്ലാത്ത ഒരുപാട് വണ്ടികളുണ്ട്. ഇനി ഇൻ കേസ് ഹിൽ ഹോൾഡ് ഉണ്ടെങ്കിലും അത് ഉപയോഗിക്കാനും നിങ്ങൾ പഠിച്ചിരിക്കണം. ഇപ്പോൾ ഗായത്രിക്ക് ആ ഒരു കൺഫ്യൂഷൻ മാറിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഇവരുടെ വണ്ടിക്ക് ഉണ്ട് ഹിൽ ഹോൾഡ്, പക്ഷെ എന്നാലും നമ്മളിപ്പോൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രാക്ടീസ് കൊടുത്തിരുന്നു. ഇതറിയാത്ത ഒരുപാട് ആളുകളുണ്ട്. അതിനെ പറ്റിയിട്ട് ഒരു ഡീറ്റെയിൽ വീഡിയോ വരുന്നുണ്ട് കേട്ടോ. എങ്ങനെ ഹിൽ ഹോൾഡ് ഫംഗ്ഷൻ ഉപയോഗിക്കണം എന്നൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. എന്താ വെച്ചാൽ വണ്ടി ഉണ്ടായിട്ടും ഈ ഒരു ഫംഗ്ഷൻ മനസ്സിലാവാതെ ഉപയോഗിക്കാത്ത ആളുകളുണ്ട്. അപ്പോൾ ഇന്നത്തെ ട്രെയിനിങ്ങിൽ ഗായത്രിക്ക് അത് ക്ലിയർ ആക്കി കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ റിവേഴ്സ് എടുക്കാൻ വേണ്ടിയിട്ട്, ഇറക്കത്തുനിന്ന് റിവേഴ്സ് എടുക്കാൻ നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. പിന്നെ പോക്കറ്റ് റോഡ് നോക്കി, പിന്നെ ജഡ്ജ്മെന്റ്, സൈഡ് ജഡ്ജ്മെന്റ് ഒക്കെ നോക്കിയിട്ടുണ്ട്. അതൊക്കെ ക്ലിയർ ആയില്ലേ? സൈഡ് ജഡ്ജ്മെന്റ് മനസ്സിലായിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ കുറെ ഫീച്ചേഴ്സ് നമുക്ക് അറിയില്ല. നമ്മൾ ഈ ഓട്ടോമാറ്റിക് എന്ന് പറഞ്ഞ് ഭയങ്കര ഈസി ആയിട്ട് വിചാരിക്കും. പക്ഷെ ഈ പറഞ്ഞ പോലെ അല്ല, നമ്മൾ റോഡിലേക്ക് ഇറക്കുമ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ടും ഉണ്ടാവും. മെയിനായിട്ട് പേടിയില്ലെങ്കിൽ തന്നെ നമുക്ക് കുറച്ചിത്തിരി എന്താ പറയുക, ആ ഒരു കോൺഫിഡൻസ് കിട്ടുന്നതാണ്. ഇപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ എനിക്ക് അതാ മനസ്സിലായത്. കാരണം എനിക്ക് ബേസിക്കലി ഈ വലിയ വണ്ടി എടുക്കാൻ കുറച്ച് ഇത്തിരി പേടിയായതുകൊണ്ട് സാറ് ആ ഒരു ഇതിൽ നമുക്ക് റോഡിൽ ഇറക്കിയപ്പോൾ കുറച്ച് ആ ഒരു സന്തോഷം ഉണ്ടായിരുന്നു, കറക്റ്റായിട്ട് വന്നതിന്റെ ഒരു ഇത്. വലിയ വണ്ടി റോഡിലൂടെ ഇറക്കുമ്പോൾ പ്രശ്നമൊന്നും ഇല്ലല്ലോ ഇപ്പോൾ? ഇപ്പൊ നിങ്ങളൊരു പ്രശ്നമായിട്ട് തോന്നൂല. കറക്റ്റ് സീറ്റ് അഡ്ജസ്റ്റ്മെന്റും കറക്റ്റ് മിറർ സെറ്റിംഗും ഉണ്ടെങ്കിൽ ഏത് വണ്ടിയും വളരെ ഈസി ആയിട്ട് എടുക്കാം. അപ്പം ഇവരുടെ ഇപ്പോൾ ഞാൻ പറഞ്ഞു, പിന്നെ വെർണ ആയതുകൊണ്ട് തന്നെ കുറച്ച് നീളവും ഒക്കെ ഉള്ള വണ്ടിയാണ്. അപ്പം എടുക്കാൻ അറിയണം. എടുക്കുന്ന സമയത്ത് 2 മിററും കൃത്യമായിട്ട് നോക്കി എടുക്കാൻ പറ്റണം. എന്നാൽ മാത്രമേ പിന്നെ ലെങ്ത്തുള്ള വണ്ടി നമുക്ക് സാധാരണ നോർമലി എവിടെയെങ്കിലും പാർക്ക് ചെയ്യാനൊക്കെ കഴിയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ടെക്നിക്സ് ഒക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞു കൊടുത്തത്. എനിക്ക് തോന്നുന്നു ഇനി നാളെ മുതൽ എടുക്കാൻ തോന്നുന്നല്ലേ? സ്വന്തമായിട്ട് എടുക്കും. കോൺഫിഡൻസ് ലെവല് കൂടിയിട്ടുണ്ട്. അപ്പം പിന്നെ ഇങ്ങനെയുള്ള ക്ലാസ്സുകളിലൂടെ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവല് കൂട്ടാനാണ് പിന്നെ മാക്സിമം ഞാൻ ശ്രമിക്കാറുള്ളത്. അപ്പോൾ മലപ്പുറത്തുള്ള ആളുകൾക്കൊക്കെ ഗായത്രിനെ പരിചയമുള്ളവർ ഉണ്ടാവുമായിരിക്കാം. അപ്പോൾ അവർക്കൊക്കെ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു റിവ്യൂ ചെയ്തത്. എന്തായാലും ഇതേപോലെയുള്ള കൂടുതൽ ഫീഡ്ബാക്സ് ഒക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. താങ്ക് യു. ബൈ.